نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون സത്യവിശ്വാസികളെ റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ വസിയത്ത് ചെയ്യുക. നമ്മുടെ നാടും അന്തരീക്ഷവും ശരീരവും ഒക്കെ വലിയ ചൂടും താപവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് തീയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചൂടില്ലാതെ ജീവിക്കാൻ കഴിയില്ല, വെറും തണുപ്പുമായി ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ശരീരത്തിൽ അടിസ്ഥാനപരമായി തന്നെ ഒരു നിശ്ചിത ഊഷ്മാവ് ഉണ്ട് എന്നുള്ളതാണ്. 37 ഡിഗ്രി സെൽഷ്യസോളം മനുഷ്യന് ശരീരത്തിൽ താപമുണ്ടാകും. ഭൂമിയിലെ അന്തരീക്ഷത്തിലെ ചൂട് സാധാരണഗതിയിൽ 50 ഡിഗ്രി മുതൽ പല തോതിൽ ഏറ്റക്കുറപ്പോടുകൂടി ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ച് ചൂട് കൂടിയും കുറഞ്ഞു. ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷത്തിനപ്പുറം സൂര്യനിലൊക്കെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യനിലെ താപനില. സൂര്യന്റെ കേന്ദ്രഭാഗത്താകട്ടെ 15 മില്യൺ ഡിഗ്രി ചൂടുണ്ട് എന്നാണ്. ഇതിനൊക്കെ അപ്പുറമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നരകത്തിന്റെ ചൂടിനെ സംബന്ധിച്ച്. ആദമിന്റെ മക്കൾ ഈ ഭൂമിയിൽ ഉപയോഗിക്കുന്ന കത്തിക്കുന്ന ഈ അഗ്നി ചൂട് നരകാഗ്നിയുടെ 70-ൽ ഒരു ഭാഗം മാത്രമാണ് ദുനിയാവിലെ ചൂട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. ഞാൻ ആമുഖമായി ഓതി വെച്ച്
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 56-ാമത്തെ അധ്യായത്തിൽ 71-72 ആയത്തിൽ അഫറഅയ്തുമുൻ നാറല്ലതി തൂറുൻ, നിങ്ങൾ കത്തിക്കുന്ന തീനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. അൻതും അൻശഅ്തും ശജറതഹ, നിങ്ങളാണോ ആ തീ കത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന്റെ ഇന്ധനം സൃഷ്ടിച്ചത്? അം നഹ്നുൽ മുൻശിഊൻ, അതല്ല നാം ആണോ അതിന് കത്താൻ ആവശ്യമുള്ളതൊക്കെ ഇവിടെ പടച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നു. അതേ സൂറത്തിൽ തന്നെ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അത് മേഘങ്ങളിൽ നിന്ന് താഴോട്ട് ഇറക്കുന്നത്, മഴയായി വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ? വിശുദ്ധ ഖുർആൻ പറയുന്നത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, ആകാശത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം ഇറക്കിയത് നാമാണ്. ആ വെള്ളത്തെ സംബന്ധിച്ച് അല്ലാഹു തആല നമ്മളോട് വീണ്ടും ചോദിക്കുന്നത് സൂറത്തുൽ മുൽക്കിലൂടെ, ഖുൽ അറഅയ്തും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വെള്ളം അതെങ്ങാനും ഭൂമിയിൽ താഴ്ന്നു പോവുകയും വറ്റിപ്പോവുകയും ചെയ്താൽ, പിന്നെ ഭൂമിക്കടിയിൽ നിന്നോ ആകാശത്തു നിന്നോ നിങ്ങൾക്ക് ഒഴുകുന്ന സ്വച്ഛമായ വെള്ളം ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക? വെള്ളവും അതുപോലെ തന്നെ അഗ്നിയും, ഇത് രണ്ടും മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ജീവന്റെ ഉറവിടമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വെള്ളത്തെയാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനീകളാവുന്നില്ലേ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നില്ലേ എന്ന് അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നു. നമ്മളുടെ സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചിന്തകളെയും ഒക്കെ ആഴത്തിൽ അതിനെ തട്ടി ഉണർത്തുന്ന ചോദ്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പോകുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ നിറയെ വെള്ളമാണ്, 70% വെള്ളമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കോശങ്ങൾ, രക്തം, തലച്ചോറ്, ഒന്നിനും വെള്ളമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു കോശത്തിന്റെ തന്നെ 80% അത് പ്രോട്ടോപ്ലാസം ആണ് എന്നാണ്. അതിൽ തന്നെ പ്രധാനമായും ജലമാണ് എന്നാണ്. ശാസ്ത്രജ്ഞർ അന്യഗ്രഹങ്ങളിൽ ജീവന്റെ തുടിപ്പുണ്ടോ സാന്നിധ്യമുണ്ടോ എന്ന് തെളിയുന്നത് അവിടെ വെള്ളമുണ്ടോ എന്ന് ആദ്യം അന്വേഷിച്ചുകൊണ്ടാണ്. വെള്ളമുള്ളിടത്തെ ജീവന്റെ നിലനിൽപ്പുണ്ടാകൂ എന്നതാണ്. വെള്ളം എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അത് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നതാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നു എന്നതാണ്. അത് വിനയത്തിന്റെ അടയാളമാണ്. വെള്ളം റഹ്മത്താണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അഥവാ വിനയമുള്ള, ദയയുള്ള, അലിവിന്റെ, റഹ്മത്തിന്റെ അടയാളമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വെള്ളത്തെ, മഴയെ ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതേസമയം തീ എങ്ങനെയാണ്? തീ അടിയിൽ നിന്ന് മേലേക്കാണ് ജ്വലിച്ചുയരുന്നത്. വെള്ളം മേലെ നിന്ന് താഴേക്ക് അത് ഒഴുകി വരുമ്പോൾ തീ അടിയിൽ നിന്ന് മേലേക്കാണ്. തീ അത് അഹങ്കാരത്തിന്റെയാണ്, അഥവാ ആർത്തിയുടെയാണ്. എത്ര ഉയർന്നാലും നമുക്കറിയാം, ഒരു ഇബ്ലീസ് അഹങ്കാരിയായത് ഇബ്ലീസിന്റെ ഗർവ് കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ് താൻ എന്ന ഭാവത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെക്കാളും വലിയവനാകാൻ ശ്രമിച്ചതിന്. അപ്പോ തീ എന്നുള്ളത് അത് പലപ്പോഴും അഹങ്കാരത്തിന്റെ, ശിക്ഷയുടെ, പരീക്ഷണത്തിന്റെ ഒരു പ്രതീകമായി കൊണ്ടുമാണ് ഖുർആനും ഹദീസിലും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്ന് കാണാൻ കഴിയും. ഉണങ്ങി വരണ്ട ഭൂമിയെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ അത് ജീവസുറ്റതാകുന്നത്, അതുപോലെയാണ് അള്ളാഹുവിന്റെ വഹി അത് ആകാശത്ത് നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് അതെങ്ങനെ പ്രവഹിച്ച് അതങ്ങനെ ഒഴുകി വരിക. അത് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ആ വഹീനെ ഏറ്റെടുക്കുമ്പോഴാണ് മഴയാകുന്ന റഹ്മത്ത്
അത് വഹിയാകുന്ന റഹ്മത്തിനെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് പോലെ മഴ പെയ്താൽ ഭൂമി എത്രത്തോളം ഹരിത ഭംഗിയുള്ളതായി തീരും എന്നതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ വഹിയിന്റെ സന്ദേശങ്ങൾ, ഹിദായത്തിന്റെ മാർഗദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി പരക്കുമ്പോൾ നമ്മൾ വിനയമുള്ള, നന്ദിയുള്ള, എളിമയുള്ള അടിമകളായി തീരുമെന്നതാണ്. അതുകൊണ്ട് തന്നെ തീ നമ്മളെ അല്ലാഹുവിന്റെ അദലിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ അദാബിനെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്നാൽ വെള്ളമാകട്ടെ അത് അല്ലാഹുവിന്റെ ഫദ്ലിനെ സംബന്ധിച്ച്, റഹ്മത്തിനെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ കാണാം, ലാ യൽജു നാറു റജുലിൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ് കണ്ണീരൊഴുകിയ ഒരു മനുഷ്യനെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. അഥവാ നരകം തീജ്വാലകളാണ്, തീ കുണ്ഡാരമാണ്. ആ നരകത്തിന്റെ തീയിനെ സ്പർശിക്കാതിരിക്കാൻ മാത്രം ഒരു മനുഷ്യന് സുരക്ഷിതത്വവും സംരക്ഷണവും ശാരീരികമായി, ഫിസിക്കലായി അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരിറ്റ് കണ്ണീരാണ്. അപ്പൊ കണ്ണീരായ ആ ജലത്തിന്റെ ശക്തി എത്രയാണ്! അത് അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ് ദിക്ർ ചെയ്ത് ശുക്ർ ചെയ്ത് ഒരു മനുഷ്യൻ കരയുമ്പോൾ ഈ ദുനിയാവിലെ തീയിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള ആ നരകത്തിന്റെ തീയിനെ പ്രതിരോധിക്കാൻ നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു തുള്ളി കണ്ണീരിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. അഥവാ അഗ്നി എന്ന് പറയുന്നത് അത് നശിപ്പിക്കാൻ കഴിവുള്ളതാണ് എങ്കിൽ വെള്ളം എന്നുള്ളത് അത് സംരക്ഷിക്കാൻ കഴിവുള്ളതാണ് എന്ന്. ഈ വിരുദ്ധമായിട്ടുള്ള രണ്ട് ഭാവങ്ങളെയും ഒരേ സമയം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ, ഖുദ്റത്തുകളിൽ ഒന്ന്. വമിൻ ആയാതിഹി അൻ യുർസില റിയാഹ മുബശ്ശിറാത്തിൻ വലിയുദീഖകും മിൻ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് രുചിപ്പിക്കാൻ വേണ്ടി സന്തോഷ വാർത്താവാഹികളായി അല്ലാഹു തആല കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആ കാറ്റിലൂടെയാണ് മേഘങ്ങൾ സഞ്ചരിക്കുകയും അങ്ങനെയാണ് ഭൂമിയിലെ ആവശ്യമുള്ളിടത്തെല്ലാം മഴ എത്തുന്നത്. അഥവാ ആ കാറ്റുകൾ, ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ അത് നമുക്ക് എത്രത്തോളം കുളിര് നൽകുന്നു, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും അത് കുളിരും ഉന്മേഷവും നൽകുന്ന സന്തോഷത്തിന്റെ സൂചനയായി. വെള്ളം ബാഹ്യമായ മാലിന്യങ്ങളിൽ നിന്ന് നമ്മളെ കഴുകിക്കളയാൻ ശക്തമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിൽ, വസ്ത്രത്തിൽ, നമ്മുടെ ഇരിപ്പിടങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ അഴുക്കുകളും നജസ്സുകളും മാലിന്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴുകിക്കളയാൻ വെള്ളം കൊണ്ട് സാധിക്കും. എന്നാൽ തീ എന്നുള്ളത് എന്താണ്? തീ കൊണ്ടുള്ള ഗുണം അത് അശുദ്ധമായതിനെ ദഹിപ്പിച്ച് കളയാൻ ശക്തിയുള്ളതാണ് തീ എന്ന് പറയുന്നത്. നമുക്കറിയാം, മരുന്ന് ഒന്നും ഉപയോഗിച്ച് ശരിയാവാത്തതിനെ കരിച്ചു കളയുന്ന ഒരു ഏർപ്പാടുണ്ട്. ചില ചികിത്സയുടെ ഭാഗമായി കരിച്ചു കളയുന്ന ചികിത്സകളുണ്ട്. ഇതുപോലെ അതിനെ ആത്മീയമായ ഒരു തലത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള പാപക്കറകളെ കഴുകിക്കളയുന്ന വെള്ളമാണ് അത് തൗബ എന്ന് പറയുന്നത്. ആ തൗബയുടെ നീരൊഴുക്ക് നമ്മുടെ ഹൃദയത്തിലൂടെ പ്രവഹിക്കുന്നില്ല എങ്കിൽ നരകമാകുന്ന അഗ്നി കൊണ്ടായിരിക്കും പിന്നെ അല്ലാഹു തആല അവന്റെ ശരീരത്തെ അല്ലാഹു തആല കരിച്ചു കളയുക എന്നതാണ്. വെള്ളം അല്ലാഹുവിന്റെ റഹ്മത്താണ്, തീ അല്ലാഹുവിന്റെ ശിക്ഷയെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അഥവാ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ, ഈ രണ്ട് അനുഗ്രഹങ്ങളെയും അഥവാ ചൂടിനെയും തണുപ്പിനെയും അഗ്നിയെയും വെള്ളത്തെയും സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, നാം അതിനെ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, നാം അതിനെ ഒരു ഓർമ്മപ്പെടുത്തലും വഴിയാത്രക്കാർക്ക് ഉപകാരവുമാക്കിയിരിക്കുന്നു എന്നാണ്. തീ കത്തിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നു എന്നതാണ്. എങ്ങനെ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ കത്തുന്ന ഒരു തീയല്ല.
അയാൾക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പഠിപ്പിക്കപ്പെട്ട പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അത് നരകത്തിന്റെ തീയിന്റെ അഗ്നിയുടെ ഒരു അംശമാണ്. നമ്മുടെ വീട്ടിലെ അടുപ്പിൽ നമ്മളൊരു തീപ്പൊട്ടിക്കൊള്ളി ഉരസി കത്തിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലെ അടുപ്പിൽ നമ്മൾ ലൈറ്റർ കൊണ്ട് കത്തിക്കുമ്പോൾ നരകത്തെ കുറിച്ചുള്ള ദിക്ർ ഓർമ്മകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അഥവാ ഇത് കേവലമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല, അത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ഇതിനെ ഞാൻ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ഇത് എന്നെയും എന്റെ സകലതിനെയും നശിപ്പിക്കാനുള്ള ശക്തി ഇതിനുണ്ട് എന്ന് അല്ലാഹു തആല ഇതിനെ എനിക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ അടുക്കളയുടെ ലോകത്ത് നിന്ന് പോലും പരലോകത്തേക്ക് ഒരു വിശ്വാസിയുടെ ചിന്തകളെ അതിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ തീയിന്റെ ശക്തി എന്ന് പറയുന്നത്. വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ നമ്മുടെ ശാരീരികമായ ദാഹങ്ങളെയൊക്കെ ശമിപ്പിക്കുകയും തീർക്കുകയും ചെയ്യുന്നു. അത് ദുനിയാവിലെ ഒരു സുഖമാണ്. എന്നാൽ തീ എന്ന് പറയുന്നത് അത് നമ്മളെ നരകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. രണ്ടും ചേർന്നുകൊണ്ടേ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ജീവിക്കണമെങ്കിലും പരലോകത്തേക്ക് നമ്മളെ ഒരുങ്ങാൻ പ്രേരിപ്പിക്കുന്നത് രണ്ടും തന്നെയാണ്. അഥവാ തീ അത് വെള്ളത്തെ കെടുതി കളയും. വെള്ളത്തെ തിളപ്പിക്കാൻ ശക്തിയുള്ളതാണ് തീ. എന്നാൽ ഇതേ തീ വെള്ളം ഉപയോഗിച്ച് തിളച്ചു മറിയുന്ന വെള്ളം അടുപ്പിലേക്കാണ് അത് ഒഴുകുന്നത് എങ്കിൽ ആ തീയിനെ അത് കെടുത്തി കളയാനും കഴിയുമെന്ന്. പരസ്പരം വിരുദ്ധമായ രണ്ട് ശക്തികൾ രണ്ടിനെയും സൃഷ്ടിച്ചുകൊണ്ട് സന്തുലിതമായി കൊണ്ട് ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് ഇവിടെ പടച്ച തമ്പുരാൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിനെ അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ ഖുദ്റത്താണ് എന്നുള്ളത്. അല്ലദീ ജഅല ലക്കും മിനശ് ശജറിൽ അഖ്ളറി നാറാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ യാസീനിൽ പറയുന്നത് പച്ച മരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനാണ് അല്ലാഹു തആല. പച്ചമരവും തീയും തമ്മിൽ പലപ്പോഴും ബന്ധമില്ലാത്ത ഒന്നാണ്. എന്നാൽ പച്ചമരത്തെ കത്തിക്കാനുള്ള അതിനുള്ള ശക്തി അല്ലാഹുവിന്റെ തീയിനുണ്ട്, അല്ലാഹുവിനുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം തീയിന്റെ അടിസ്ഥാന സ്വഭാവ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ജ്വലിക്കുക, ചൂടയുക എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടുക കൊണ്ട്, ഖദർ കൊണ്ട് അതിനെ നേരെ തിരിച്ചാക്കി മാറ്റാൻ അല്ലാഹുവിന് കഴിയും. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലിയ അഗ്നികുണ്ഠാരം ഉണ്ടാക്കി. അഗ്നികുണ്ഠാരം എന്ന് പറയുമ്പോൾ നിസ്സാര ഒരു വ്യക്തിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചുട്ടുകരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ അഗ്നികുണ്ഡത്തിന്റെ അതിന്റെ ഉജ്ജ്വലത എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലെ ഏകദേശം 160 മീറ്റർ ഉയരത്തിൽ പറന്നു പോകുന്ന പക്ഷിയുടെ ചിറക് കരിഞ്ഞുകൊണ്ടാണ് അത് തീക്കുണ്ടാരത്തിലേക്ക് വീണിരുന്നു എന്ന് ചരിത്രം പറയാം. അത്രക്ക് ഉജ്ജ്വലമായി കത്തിക്കപ്പെട്ടിട്ടുള്ള ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാകുകയാണ്. യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. നാറേ, നരകമേ, തീയേ, അഗ്നിയേ, നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പേകും, കുളിരായി, സലാമത്തായി, ആശ്വാസമായി മാറുക എന്ന്. അല്ലാഹുവാണ് തീയിന്റെ ജ്വാലയും അതിന്റെ കാഠിന്യവും അതിന്റെ താപവും എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമ്മള് ആധുനികരായ മനുഷ്യർ നമ്മുടെ ശക്തി കൊണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ശക്തിയും വിവേകവും ബുദ്ധിയും കൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. ഭൂമിക്കടിയിൽ നിന്നാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള ഊർജങ്ങൾ, എനർജി, വലിയ തോതിൽ കത്തിച്ചൊലിക്കുന്ന എനർജികൾ മനുഷ്യന് കുഴിച്ചെടുക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കത്തിക്കുന്ന തീയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം ലോകത്ത് നമ്മൾ കത്തിക്കുന്ന, നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഗ്യാസ്, അതിന്റെ ലഭ്യത കുറവ് കൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന, ഇന്നലെ ഉച്ച ഒരു യാത്രക്കിടയിൽ
യാത്രക്കിടയിൽ കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്ന് കുന്നമംഗലം വരെ സഞ്ചരിച്ചിട്ട് ചോറ് കിട്ടാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരു ഹോട്ടലിലും ഇക്കാരണത്താൽ തുറക്കുകയോ തുറന്ന ഹോട്ടലുകളിൽ ഉച്ചക്ക് സാധാരണഗതിയുള്ള ഊണ് ലഭ്യമാകാത്ത അവസ്ഥയാണ്. ഈ രൂപത്തിൽ എങ്ങനെയാണ് നമ്മളുടെ അടിസ്ഥാന ജീവിതത്തെ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹമായ തീയിനെ, എനർജിയെ മനുഷ്യൻ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥ? ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ദുനിയാവിലെ വിഭവങ്ങൾ അത് ഭൂഗർഭ വിഭവങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള വിഭവങ്ങളാണെങ്കിലും അതൊക്കെ സാമൂഹിക നീതിയോടുകൂടി വിവേകത്തോടുകൂടി പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് അതൊക്കെ വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വൽ മുസ്ലിമൂന ശുറകാഉ ഫി തലാത്ത്. മുസ്ലിമീങ്ങൾ 3 കാര്യങ്ങളിൽ പരസ്പരം പങ്കാളികളാണ്, പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട്, ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണത്? അവിടുന്ന് പഠിപ്പിച്ചു, പുല്ല് അഥവാ അത് പ്രകൃതി വിഭവമാണ്. അത് ഈ പുല്ല് എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കപ്പെട്ടുകൂടാ, അത് തടഞ്ഞു വെക്കപ്പെട്ടുകൂടാ, അത് വിധേയപ്പെടുത്തിക്കൂടാ. അതുപോലെ തന്നെ വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല. വെള്ളം അത് പൊതുസമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള അവകാശമാണ്, അത് പങ്കുവെക്കപ്പെടേണ്ടത്. തീയും ഇപ്രകാരം തന്നെ. എന്നാൽ നമുക്കറിയാം, ഇന്ന് ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഇത്തരത്തിലുള്ള യുദ്ധമടക്കമുള്ള കൊടും ക്രൂരതകൾ ചെയ്യുന്നതിന്റെ ഒക്കെ പിന്നാമ്പുറ ലക്ഷ്യങ്ങൾ, അവരുടെയൊക്കെ ചേതോവികാരങ്ങൾ, അത് പലപ്പോഴും ഇങ്ങനെ ഭൂഗർഭ സ്വത്തുക്കൾ, വിഭവങ്ങൾ അത് കണ്ടെത്തിയ ഇടങ്ങളെ അതിനെ കീഴടക്കാനും അങ്ങനെ തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളും ശക്തികളും വിപുലീകരിക്കുകയും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യാനുള്ള ദുഷ്ടലാക്കാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വെള്ളവും ഊർജവും അത് അല്ലാഹു ഏൽപ്പിച്ചു തന്നിട്ടുള്ള അമാനത്താണ്. അത് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അത് എക്കോളജിക്കൽ അമാനത്തായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് കൃത്യമായി നമ്മളത് പഠിപ്പിച്ചു തരികയാണ്. അടിസ്ഥാന മനുഷ്യ അവകാശങ്ങളാണ്. ഇവ സ്വകാര്യ സ്വത്താക്കി മാറ്റുന്നത്, അത് വെച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഉപകരണമാക്കിക്കൊണ്ട് വെള്ളത്തെയും പുല്ലിനെയും എനർജിയെയും ആ രൂപത്തിൽ വ്യക്തിപരമായ താല്പര്യമാക്കി മാറ്റുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2 ആയത്തുകൾ, അഥവാ നിങ്ങൾ കുടിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ നിങ്ങൾ കത്തിക്കുന്ന തീയും, ഇത് രണ്ടും നമ്മുടെ ഈമാനിനെ, നമ്മുടെ ഖൽബിലെ ഈമാനിലെ വിശ്വാസത്തെ ഒരുപോലെ ബാലൻസ് ചെയ്യുന്നതാണ്. അഥവാ ഭയവും പ്രതീക്ഷയും തമ്മിലുള്ള ഒരു സന്തുലിതം പോലെ. വെള്ളം കാണുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക, തീ കാണുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഇത് നമ്മളിൽ നിന്ന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സംബന്ധിച്ച് സ്വയം പരിചയപ്പെടുത്തി തരുന്നത്, നബി ഇബാദി, എന്റെ അടിമകൾക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക, തീർച്ചയായും നാം അങ്ങേയറ്റം പൊറുക്കുന്നവനും റഹ്മാനുമാണ്, കരുണയുള്ളവനുമാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത അല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായും എന്റെ ശിക്ഷ അത് വേദനാജനകമായ ശിക്ഷയാണ്. അവൻ ശിക്ഷിക്കുന്നത് പോലെ ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 2 സംഗതികളെ ഒരുപോലെ അതിന്റെ ഗൗരവത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീയില്ലെങ്കിൽ അരിവില്ല, വെള്ളമില്ലെങ്കിൽ അത് ആ കത്തിക്കൊണ്ടിരിക്കുന്ന, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത് പാത്രത്തിൽ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തീയായി മാറുക, അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. രണ്ടും കൂടിയാലാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ റിസ്ഖായി അത് മാറുന്നത്. അഥവാ തീ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഊർജ്ജ സ്രോതസ്സാണ്.
വെള്ളം അത് ഊർജത്തെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. ഒന്നില്ലെങ്കിൽ മറ്റേതില്ല എന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള അത്യന്താധുനിക കണ്ടുപിടുത്തം സ്റ്റീം എഞ്ചിൻ മുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വരെ എല്ലാത്തിനും അത് തീനെ വെള്ളമാക്കി ആവിയാക്കി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും പല പവറുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ടർബൈൻ കറക്കപ്പെടുന്നതും വൈദ്യുതി ഉണ്ടാക്കുന്നതും ഒക്കെ ആ രൂപത്തിലാണ്. വെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ സകല എനർജിക്കും വുളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എനർജി ഇല്ലാത്ത വീര്യം കെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ തളർന്ന് അവിടുന്ന് ഉത്ബോധനം നടത്തുന്ന ഒരു സദസ്സിൽ ഉറങ്ങിപ്പോയ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് വുളൂ എടുക്കാനാണ് പറയുന്നത്. വുളൂ അത് വെള്ളത്തിന്റെ തുള്ളികൾ, അംശങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്പർശിക്കുമ്പോൾ അത് മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു എനർജി, അത് നൽകുന്ന ഒരു ഉന്മേഷമുണ്ട്. അതുകൊണ്ട് തന്നെ വുളൂ എടുക്കുന്ന ഒരു വിശ്വാസി അത്രമേൽ ഊർജ്ജസ്വലനായിരിക്കും, അത്രമേൽ ഊർജ്ജസ്വലനായിരിക്കും. അതുകൊണ്ട് തന്നെ വുളൂ എടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അംഗസ്നാനം ചെയ്യുന്ന ഒരു പ്രക്രിയ, അത് ബാഹ്യമായ നമ്മുടെ ശരീരത്തിൽ വെള്ളം സ്പർശിക്കുന്ന ഒരു ഒന്നായിട്ട് മാത്രമല്ല നമ്മൾ അതിനെ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹറമല്ലാഹു അലന്നാരി അൻ തബകുൽ അഥറ സുജൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിന്റെ തീ അത് സുജൂദിന്റെ അടയാളങ്ങളുള്ള ശരീരത്തിലെ ഭാഗങ്ങളെ സ്പർശിക്കുകയില്ല എന്ന്. അതോടൊപ്പം തന്നെ അവിടുന്ന് ചേർത്ത് പറഞ്ഞു, വുളൂവിന്റെ നനവെത്തിയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നരകത്തിന്റെ തീജ്വാലകൾ സ്പർശിക്കുകയില്ല എന്നതാണ്. വുളൂ നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും ഉണർവും നൽകുന്നത് ആണ് എന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ദുനിയാവിലുള്ള 69 ഇരട്ടി വരുന്ന നരകത്തിന്റെ ചൂടിനെ പ്രതിരോധിക്കാനും അതിൽ നമ്മുടെ ശരീരത്തിന് കാവൽ നൽകുന്നതുമാണ് യഥാർത്ഥത്തിൽ വുളൂ എന്നുള്ളതാണ്. ഒരു തുള്ളി വെള്ളത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ സ്പർശിക്കുന്ന ആ വെള്ളത്തിന് എത്രമാത്രം നമ്മുടെ ശരീരത്തെ വിപുലീകരിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു ചെടി വളരാൻ വെള്ളമാണ്, പക്ഷേ വെള്ളം കൊണ്ട് മാത്രമാകില്ല, സൂര്യപ്രകാശം കൂടി ഉണ്ടാകണം. അതുകൂടി ഉണ്ടെങ്കിൽ, അതിന് കരുത്ത് കിട്ടണമെങ്കിൽ വെയിലിന്റെ തീയിന്റെ ചൂട് കൂടി വേണം എന്നുള്ളതാണ്. കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെ നമ്മുടെ മനസ്സ്, കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിൽ കീടങ്ങളും അഴുക്കുകളും ഒക്കെ പെരുകും. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രെയിനേജ്, അതിനകത്ത് അത് കൃത്യമായി സ്വച്ഛമായി അത് ഒഴുകുന്നില്ല എങ്കിൽ അതിനകത്ത് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരനായ നൗഷാദ് കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഡ്രെയിനേജിൽ നിന്ന് ശ്വാസം മുട്ടി മരണപ്പെടുന്ന അവസ്ഥ എന്താണ്? അത് പിന്നീട് എനർജിയായി മാറും. അത് മനുഷ്യന് ദോഷകരമോ ഗുണകരമോ ആയി മാറുന്ന ഗ്യാസായി ജ്വലിക്കുന്ന അഗ്നിയായിക്കൊണ്ടത് മാറുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് നെഗറ്റീവായിട്ടുള്ള തെറ്റായ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ അത് കെട്ടിക്കിടക്കുകയാണ് എങ്കിൽ അത് അപ്രകാരം തന്നെ മനസ്സിനെ ചുട്ട് ചാമ്പലാക്കി കളയുന്ന നരകം കൊണ്ടേ പിന്നെ ഓന്റെ മനസ്സും ശരീരവും നന്നാക്കിയെടുക്കുള്ളൂ. നരകത്തിലിട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഓനെ പാഠം പഠിപ്പിക്കുക. ഇവിടുന്ന് പാഠം പഠിക്കാത്തോനെ നരകത്തിലിട്ടുകൊണ്ടാണ് അല്ലാഹു തആല പാഠം പഠിപ്പിക്കുക. അൽ ഹാകുമത് തകാസുർ ഹത്താ സുർതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഇതൊന്നും മനസ്സിലാവില്ല, പക്ഷേ പിന്നീട് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളും. പിന്നെ ഒരു സംശയം വേണ്ട, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين. ആ നരകത്തിയിലിട്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹ്. ഹുതമ അത് അല്ലാഹുവിന്റെ തീയാണ്, അല്ലാഹുവിന്റെ അഗ്നിയാണ്. അല്ലതി തംതലിഉ അലൽ അഫ്ഇദ, അത് മനുഷ്യന്റെ നെഞ്ചകങ്ങളിലേക്ക്
തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ളതാണ്. നമ്മുടെ നെഞ്ചിനകത്തേക്ക് തുളച്ച് നമ്മുടെ ഹൃദയത്തെ അല്ലാഹുവിന്റെ കലാമ് ഓതിക്കൊണ്ട് അതിന്റെ ഹിദായത്തിന്റെ നൂറ് കൊണ്ട് വെളിച്ചം കൊണ്ട് അതിന്റെ ചൂട് നൽകിക്കൊണ്ട് നന്നാവാനും നന്നാക്കിയെടുക്കാനും പരിശ്രമിക്കുന്നില്ലെങ്കിൽ ആ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറുന്ന നരകത്തീയെ പടച്ചതമ്പുരാൻ കടത്തിവിടുമെന്നാണ് സൂറത്തുൽ ഹുമസയിലൂടെ പറയുന്നത്. അഥവാ ഏറ്റവും ലളിതമായിട്ടുള്ള നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിന്റെ കൽക്കരി കൊണ്ടുള്ള ചെരുപ്പാണ്. നരക കഷ്ണം കൊണ്ടുള്ള 2 ചെരുപ്പുകൾ